മണിപ്പൂരിലുണ്ടായ ബോംബാക്രമണത്തിൽ മുൻ എം.എൽ.എയുടെ ഭാര്യ മരിച്ചു. കാംപോക്കി ജില്ലയിലാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. മുൻ എം.എൽ.എ യാങ്തോങ് ഹവോക്കിൻ്റെ ഭാര്യ ചാരുബാലയാണ് മരിച്ചത്. എം.എൽ.എയും മകളും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സ്വാതി, എപ്പോഴാണ് സംഭവം? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ള വിശദാംശം നിലവിൽ ലഭിക്കുന്നുണ്ടോ? മണിപ്പൂരിലുണ്ടായ ബോംബാക്രമണത്തിൽ മുൻ എം.എൽ.എയുടെ ഭാര്യ മരിച്ചു. കാംപോക്കി ജില്ലയിലാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. മുൻ എം.എൽ.എ യാങ്തോങ് ഹവോക്കിപ്പിൻ്റെ ഭാര്യ ചാരുബാലയാണ് മരിച്ചത്. ഈ അല്പ നിമിഷത്തിന് മുൻപാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നമുക്കറിയാം, മണിപ്പൂരിൽ സമാനമായ രീതിയിൽ കലാപങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അലയൊലിയായിട്ടാണോ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരാനിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ മുൻ എം.എൽ.എയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ബോംബേർ ഉണ്ടായത്. എം.എൽ.എയും മകളും പരിക്കോടുകൂടി രക്ഷപ്പെട്ടെങ്കിലും എം.എൽ.എയുടെ ഭാര്യ മരിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. സ്വാതി ഒരിക്കൽ കൂടി ചേരുന്നു. സ്വാതി, എന്താണ് ഈ സംഭവത്തിന് ആധാരം? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നിലവിൽ അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നന്ദു, ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ മണിപ്പൂരിലെ എം.എൽ.എ ആയിട്ടുള്ള യാങ്തോങ് ഹവോക്കിയുടെ ഭാര്യ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ മണിപ്പൂരിൽ ദിവസങ്ങളായി വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഇത് ഒരു കുടുംബ വഴക്കിന്റെ ഭാഗമായാണ് ഒരു വീട്ടിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഭാര്യയും അദ്ദേഹവും മകളും വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഭാര്യയെ പരിക്കുകളോടെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാംപോക്കി ജില്ലയിലാണ് ഈ സ്ഫോടനം നടന്നത്. എം.എൽ.എ യാങ്തോങ് ഹവോക്കിന്റെ ഭാര്യ ചാരുബാലയാണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടുള്ളത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മെയ്തേ കുക്കി സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം മണിപ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മരിച്ചിട്ടുള്ള എം.എൽ.എയുടെ ഭാര്യ അല്ലെങ്കിൽ ഈ കുടുംബവും ഒരു മെയ്തേ വിഭാഗത്തിൽ പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നന്ദു.